ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LDC 100 ഡേയ്സ് ചാലഞ്ച് ഡേ 18 ആണ്. ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, LDC 100 ഡേയ്സ് ചാലഞ്ച് ഡേ 18 ആണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് മൺസൂണിനെ പറ്റിയിട്ടാണ്. എന്തിനെ പറ്റിയ സുഹൃത്തുക്കളെ? മൺസൂണിനെ പറ്റിയിട്ടാണ്. മൺസൂൺ കാലം എത്തിയല്ലേ, അപ്പൊ നമുക്ക് പഠിക്കാം ഇന്ത്യൻ മൺസൂണിനെ പറ്റി. ശക്തമായ മഴയ്ക്കു കാരണമായ കാലിയവാതമാണ് മൺസൂൺ കാറ്റുകൾ. മറക്കരുത്, ശക്തമായ മഴയ്ക്ക് കാരണമായിട്ടുള്ള കാലിയവാതമാണ് മൺസൂൺ കാറ്റുകൾ. അപ്പോൾ മൺസൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ്റാണ്. PSC ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ടേ, താഴെ പറയുന്നവയിൽ മൺസൂൺ എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം കാറ്റുകളാണ്. മൺസൂൺ എന്ന് പറയുന്നത് മഴയല്ല. ശ്രദ്ധിക്കുക, മൺസൂൺ ഒരു കാറ്റാണ്. ആ മൺസൂൺ മൂലം ഉണ്ടാകുന്ന മഴയെ നമ്മൾ വിളിക്കുന്നത് മൺസൂൺ മഴ എന്നേ ഉള്ളൂ കേട്ടോ സുഹൃത്തുക്കളെ. മൺസൂൺ കാറ്റ് മൂലം ഉണ്ടാകുന്ന മഴയെ നമ്മൾ മൺസൂൺ മഴ എന്ന് പറയുന്നതേ ഉള്ളൂ. സത്യത്തിൽ മൺസൂൺ എന്താണ്? ഒരു കാറ്റാണ്. ഇന്ത്യയുടെ മഴക്കാലം അറിയപ്പെടുന്ന പേരാണ് മൺസൂൺ. ഇന്ത്യയിലെ മഴക്കാലം അറിയപ്പെടുന്ന പേരാണ് മൺസൂൺ. കാരണം എന്താ? മൺസൂൺ കാറ്റുകളാണ് മൺസൂൺ മഴയ്ക്ക് കാരണം. മൗസിം എന്ന അറബി വാക്കിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപപ്പെട്ടത്. പഠിക്കുക, മൗസിം എന്ന അറബി വാക്കിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപപ്പെട്ടത്. മൗസിം എന്ന വാക്കിന്റെ അർത്ഥം ഋതുക്കൾ എന്നാണ്. മൗസിം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഋതുക്കൾ എന്നാണ്. ലോകത്തിൽ പ്രധാനമായും 4 തരത്തിൽ മൺസൂൺ അനുഭവപ്പെടുന്നു. പഠിക്കുക, ലോകത്തിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള മൺസൂൺ ആണ് അനുഭവപ്പെടുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏഷ്യൻ ഓസ്ട്രേലിയൻ മൺസൂൺ, നോർത്ത് അമേരിക്കൻ മൺസൂൺ, സൗത്ത് അമേരിക്കൻ മൺസൂൺ, വെസ്റ്റ് ആഫ്രിക്കൻ മൺസൂൺ. ഇങ്ങനെ 4 തരത്തിലുള്ള മൺസൂൺ ആണ് നമ്മുടെ വേൾഡിൽ അല്ലെങ്കിൽ ലോകത്ത് അനുഭവപ്പെടുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് ഇന്ത്യൻ മൺസൂൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശക്തമായ മഴയ്ക്ക് കാരണമായ കാലിയവാതമാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മൺസൂൺ ഒരു കാറ്റാണെന്ന് പഠിക്കുക. അതും ഏത് തരത്തിലുള്ള കാറ്റാ സുഹൃത്തുക്കളെ? കാലിയവാതമാണ് മൺസൂൺ. ഇന്ത്യയിലെ മഴക്കാലം അറിയപ്പെടുന്ന പേരാണ് മൺസൂൺ എന്നുള്ളത്. മൗസിം എന്ന അറബി വാക്കിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപപ്പെട്ടത്. മൗസിം എന്ന വാക്കിന്റെ അർത്ഥം ഋതുക്കൾ എന്നാണ്. ലോകത്തിൽ പ്രധാനമായും 4 തരത്തിലുള്ള മൺസൂൺ അനുഭവപ്പെടുന്നു. ഏഷ്യൻ ഓസ്ട്രേലിയൻ മൺസൂൺ, നോർത്ത് അമേരിക്കൻ മൺസൂൺ, സൗത്ത് അമേരിക്കൻ മൺസൂൺ, വെസ്റ്റ് ആഫ്രിക്കൻ മൺസൂൺ. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ മൺസൂണിന്റെ പ്രത്യേകതകളാണ്. ഇന്ത്യയിൽ മൺസൂൺ 2 രീതിയിൽ അനുഭവപ്പെടുന്നു. ഇന്ത്യയിൽ മൺസൂൺ 2 രീതിയിലാണ് അനുഭവപ്പെടുന്നത്. ഏതൊക്കെ രീതിയിലാ സുഹൃത്തുക്കളെ? തെക്കു പടിഞ്ഞാറൻ മൺസൂണും വടക്കു കിഴക്കൻ മൺസൂണും. 2 രീതിയിലുള്ള മൺസൂണാണ് നമ്മുടെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് തെക്കു പടിഞ്ഞാറൻ മൺസൂണും അതുപോലെ വടക്കു കിഴക്കൻ മൺസൂണുമാണ്. നമുക്ക് ആദ്യം പഠിക്കാനുള്ളതും PSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ പറ്റിയാണ്. അതുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് സുഹൃത്തുക്കൾ പഠിക്കാൻ ശ്രമിക്കുക. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഇന്ത്യയുടെ പരമാവധി പ്രദേശങ്ങളിലും മഴയെത്തിക്കുന്ന കാറ്റുകൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഇന്ത്യയിലെ പരമാവധി പ്രദേശങ്ങളിലും മഴയെത്തിക്കുന്ന കാറ്റുകൾ ആരാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ്. ഇന്ത്യയിൽ വേനൽ മഴയെന്നും ഇന്ത്യയുടെ മഴക്കാലം എന്നും അറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഇന്ത്യയിലെ വേനൽ മഴയെന്നും ഇന്ത്യയുടെ മഴക്കാലം എന്നും അറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഇന്ത്യയുടെ വേനൽ മഴ ഏതെന്ന് ഇപ്പോഴങ്ങോട്ട് ചോദിച്ചല്ലേ സുഹൃത്തുക്കളെ LGS എക്സാമിന്. അതുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇന്ത്യയുടെ വേനൽ മഴയെന്നും ഇന്ത്യയുടെ മഴക്കാലം എന്നും അറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഇന്ത്യയിൽ ലഭിക്കുന്ന മൊത്തം മഴയുടെ 80 മുതൽ 90% വരെ തെക്കു പടിഞ്ഞാറൻ മൺസൂണിലൂടെയാണ് ലഭിക്കുന്നത്. ഇന്ത്യയിൽ ലഭിക്കുന്ന മൊത്തം മഴയുടെ 80 മുതൽ 90% വരെയും തെക്കു പടിഞ്ഞാറൻ മൺസൂണിലൂടെയാണ് ലഭിക്കുന്നത്. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിൽ എത്തുന്നു. അപ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിൽ എത്തുന്ന സമയം എപ്പോഴാണ്? ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലാണ്. പഠിക്കുക. വേനൽക്കാലത്ത് ടിബറ്റൻ പീഠഭൂമിയിൽ അനുഭവപ്പെടുന്ന കൊടും ചൂടാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ രൂപീകരണത്തിന് കാരണം. അതും പഠിച്ചോളേ, ഇമ്പോർട്ടന്റ് ആണ്. വേനൽക്കാലത്ത് ടിബറ്റൻ പീഠഭൂമിയിൽ അനുഭവപ്പെടുന്ന കൊടും ചൂടാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ രൂപീകരണത്തിന് കാരണം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ മൺസൂൺ 2 രീതിയിലാണ് അനുഭവപ്പെടുന്നത്. ഒന്നാമത്തത് തെക്കു പടിഞ്ഞാറൻ മൺസൂണ്, മറ്റൊന്ന് വടക്കു കിഴക്കൻ മൺസൂണ്. ഇതിൽ ഏറ്റവും കൂടുതൽ PSC ചോദിക്കുന്നതും തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ്
കൊടുത്ത് നമ്മൾ പഠിക്കണം. ഇന്ത്യയിലെ പരമാവധി പ്രദേശങ്ങളിലും മഴ എത്തിക്കുന്ന കാറ്റുകൾ എന്നറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഇന്ത്യയിൽ വേനൽ മഴയെന്നും ഇന്ത്യയുടെ മഴക്കാലം എന്നും അറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഇന്ത്യയിൽ ലഭിക്കുന്ന മൊത്തം മഴയുടെ 80 മുതൽ 90% വരെയും തെക്കു പടിഞ്ഞാറൻ മൺസൂണിലൂടെയാണ് ലഭിക്കുന്ന. ആ പെർസെന്റേജ് ഒന്ന് പഠിച്ചോളണേ. ഇന്ത്യയിൽ ലഭിക്കുന്ന മൊത്തം മഴയുടെ 80 മുതൽ 90% വരെ നൽകുന്നത് ആരാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴയിലൂടെയാണ്. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിൽ എത്തുന്നു. ജൂൺ മാസത്തിലാണ് കേട്ടോ സത്യത്തില് എന്ത് ചെയ്യുന്നു നമ്മുടെ മൺസൂണ് ഇന്ത്യയിൽ എത്തുന്നത്. വേനൽക്കാലത്ത് ടിബറ്റൻ പീഠഭൂമിയിൽ അനുഭവപ്പെടുന്ന കൊടും ചൂടാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ രൂപീകരണത്തിന് കാരണം. പഠിക്കുക. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെടുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പശ്ചിമഘട്ട മലനിരകളുടെ സ്വാധീനത്താൽ രണ്ടായി പിരിയുന്നു. ഇത് PSC ഒരിക്കലും +2 ലെവൽ ചോദിച്ച ചോദ്യമാണ്, അതുകൊണ്ട് പഠിക്കുക. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെടുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂണ് പശ്ചിമഘട്ട മലനിരയുടെ സ്വാധീനത്താൽ രണ്ടായിട്ട് പിരിയുന്നു. തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ ഒരു ഭാഗം അറബിക്കടലിനെ ലക്ഷ്യമാക്കിയും മറ്റൊരു ഭാഗം ബംഗാൾ ഉൾക്കടലിനെ ലക്ഷ്യമാക്കിയും സഞ്ചരിക്കുന്നു. തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ ഒരു ഭാഗം അറബിക്കടലിനെ ലക്ഷ്യമാക്കിയും മറ്റൊരു ഭാഗം ബംഗാൾ ഉൾക്കടലിനെ ലക്ഷ്യമാക്കിയും സഞ്ചരിക്കുന്നു. ഇതിൽ ഏറ്റവും ശക്തമായ മഴ നൽകുന്നത് അറബിക്കടൽ ശാഖയാണ്. ഇതിൽ ഏറ്റവും ശക്തമായിട്ട് മഴ നൽകുന്നത് മൺസൂണിന്റെ അറബിക്കടൽ ശാഖയാണ്. അത് PSC ചോദിക്കാൻ സാധ്യതയുണ്ട്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് ശാഖയ്ക്കെന്ന് ചോദിച്ചാൽ അറബിക്കടൽ ശാഖയ്ക്കാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിൽ ആദ്യമായി എത്തുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. പഠിച്ചോളണേ. തെക്കു പടിഞ്ഞാറൻ മൺസൂണ് ഇന്ത്യയിൽ ആദ്യമായി എത്തുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ നമ്മുടെ കൊച്ചു കേരളമാണ്. ഇത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിക്കുക. മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും അവസാനമായി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എത്തുന്ന സംസ്ഥാനം പഞ്ചാബാണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അവസാനം മൺസൂൺ എത്തുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാലും ഉത്തരം ഒന്നേ ഉള്ളൂ, ആര്? പഞ്ചാബ്. ഇന്ത്യയിൽ ഏറ്റവും അവസാനമായിട്ട് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എത്തുന്ന സംസ്ഥാനം ചോദിച്ചാൽ പഞ്ചാബ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അവസാനമായി മൺസൂൺ എത്തുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാലും ഉത്തരം പഞ്ചാബാണ്. പഠിക്കുക. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കേരളത്തിൽ അതിശക്തമായ മഴ ലഭിക്കുന്നുവെങ്കിലും പശ്ചിമഘട്ട മലനിരകളുടെ മഴ നിഴൽ പ്രദേശം സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയായിരിക്കും. പഠിച്ചോളണേ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കേരളത്തിൽ അതിശക്തമായ മഴ ലഭിക്കുന്നുവെങ്കിലും പശ്ചിമഘട്ട മലനിരയുടെ മഴനിഴൽ പ്രദേശം സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട് പൊതുവെ വരണ്ട കാലാവസ്ഥയായിരിക്കും. പഠിക്കുക. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെടുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പശ്ചിമഘട്ട മലനിരകളുടെ സ്വാധീനത്താൽ രണ്ടായി പിരിയുന്നു. തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ ഒരു ഭാഗം അറബിക്കടലിനെ ലക്ഷ്യമാക്കിയും മറ്റൊരു ഭാഗം ബംഗാൾ ഉൾക്കടൽ ലക്ഷ്യമാക്കിയും സഞ്ചരിക്കുന്നു. ഇതിൽ ഏറ്റവും ശക്തമായ മഴ നൽകുന്നത് അറബിക്കടൽ ശാഖയാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിൽ ആദ്യമായി എത്തുന്ന സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളമാണ്. മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാലും അപ്പോൾ നമ്മുടെ കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും അവസാനമായി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ മൺസൂൺ എത്തുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് പഞ്ചാബാണ്. പശ്ചിമഘട്ട മലനിരകളുടെ മഴനിഴൽ പ്രദേശം സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട് പൊതുവെ വരണ്ട കാലാവസ്ഥയായിരിക്കും. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് വടക്കു കിഴക്കൻ മൺസൂൺ. ആരെ പറ്റിയാ പഠിക്കാൻ പോകുന്നത്? വടക്കു കിഴക്കൻ മൺസൂണിനെ പറ്റി. ശീതകാലത്ത് അല്ലെങ്കിൽ തണുപ്പുള്ള കാലത്ത് കേട്ടോ, ശീതകാലത്ത് ഇന്ത്യയുടെ തെക്കു കിഴക്കൻ തീരങ്ങളിൽ ശക്തമായ മഴയ്ക്ക് കാരണമാകുന്ന കാറ്റുകളാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. പഠിച്ചോളണേ. ശീതകാലത്ത് ഇന്ത്യയുടെ തെക്കു കിഴക്കു തീരങ്ങളില് ശക്തമായ മഴയ്ക്കു കാരണമാകുന്ന കാറ്റുകളാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. ശൈത്യകാലത്ത് ടിബറ്റൻ പീഠഭൂമിയിൽ ഉണ്ടാകുന്ന ശക്തമായ മർദ്ദമാണ് വടക്കു കിഴക്കൻ മൺസൂൺ രൂപപ്പെടുന്നതിന് കാരണം. പഠിച്ചോളണേ. ശൈത്യകാലത്ത് ടിബറ്റൻ പീഠഭൂമിയിൽ ഉണ്ടാകുന്ന ശക്തമായ മർദ്ദമാണ് വടക്കു കിഴക്കൻ മൺസൂൺ രൂപപ്പെടുന്നതിന് കാരണം. വടക്കു കിഴക്കൻ മൺസൂൺ സമയങ്ങളിൽ കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് ശക്തമായി വീശുന്നു. പഠിക്കുക. വടക്കു കിഴക്കൻ മൺസൂൺ സമയങ്ങളിൽ കാറ്റ് എങ്ങനെയാണ്? കടലിൽ നിന്നും നേരെ കരയിലേക്ക് ശക്തമായി വീശുന്നു. ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്ക് ശക്തമായ മഴയ്ക്ക് കാരണമാകുന്ന കാറ്റുകളാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളിലെ ശക്തമായ മഴയ്ക്ക് കാരണമാകുന്ന കാറ്റുകളെ എന്ന് ചോദിച്ചാൽ അത് വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. പഠിക്കുക. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. തമിഴ്നാട് സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്കു കിഴക്കൻ മൺസൂൺ കാലത്താണ്. പഠിക്കുക. തമിഴ്നാട് സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്കു കിഴക്കൻ മൺസൂൺ കാലത്താണ്. തമിഴ്നാട് സംസ്ഥാനത്തിന്റെ മൊത്തം മഴയുടെ 48% സംഭാവന ചെയ്യുന്നത്
വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ PSC കൂടുതലായിട്ട് ചോദിക്കുന്നത്, പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾക്ക്. അപ്പോൾ പഠിക്കുക, തമിഴ്നാട് സംസ്ഥാനത്തിന്റെ മൊത്തം മഴയുടെ 48% സംഭാവന ചെയ്യുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക, ശീതകാലത്ത് ഇന്ത്യയുടെ തെക്കു കിഴക്കൻ തീരങ്ങളിൽ ശക്തമായ മഴയ്ക്ക് കാരണമാകുന്ന കാറ്റുകളാണ് വടക്കു കിഴക്കൻ മൺസൂൺ എന്നറിയപ്പെടുന്നത്. ശൈത്യകാലത്ത് ടിബറ്റൻ പീഠഭൂമിയിൽ ഉണ്ടാകുന്ന ശക്തമായ മർദ്ദമാണ് വടക്കു കിഴക്കൻ മൺസൂൺ രൂപപ്പെടുന്നതിന് കാരണം. വടക്കു കിഴക്കൻ മൺസൂൺ സമയങ്ങളിൽ കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് ശക്തമായി വീശുന്നു. പഠിക്കണേ, വടക്കു കിഴക്കൻ മൺസൂൺ സമയങ്ങളിലെ കാറ്റ് എവിടെ നിന്നാണ്? കടലിൽ നിന്ന് കരയിലേക്ക് ശക്തമായി വീശുന്നു. ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്ക് ശക്തമായ മഴയ്ക്ക് കാരണമായ കാറ്റുകളാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. തമിഴ്നാട് സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ സമയത്താണ്. തമിഴ്നാട് സംസ്ഥാനത്തിന്റെ മൊത്തം മഴയുടെ 48% സംഭാവന ചെയ്യുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ ആണെന്നും പഠിക്കുക. ഇനി ഇന്ത്യയിൽ മൺസൂണിന്റെ പ്രാധാന്യം എന്തെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ മൺസൂണിന്റെ പ്രാധാന്യം, കാർഷിക രാജ്യമായ ഇന്ത്യയുടെ കാർഷിക മേഖല പൂർണ്ണമായും ആശ്രയിച്ചിരിക്കുന്നത് മൺസൂൺ മഴയെയാണ്. അല്ലേ സുഹൃത്തുക്കളെ? ഒരു കാർഷിക രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കാർഷിക മേഖല പൂർണ്ണമായും ആശ്രയിച്ചിരിക്കുന്നത് മൺസൂൺ മഴയെയാണ്. മൺസൂൺ മഴയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കാർഷിക മേഖലയെ സാരമായി ബാധിക്കുന്നു. മൺസൂൺ മഴയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കാർഷിക മേഖലയെ സാരമായി ബാധിക്കുന്നു. ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ കൂടുതലായും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലത്തിൽ നിന്നുമാണ്. ശരിയാണല്ലേ? നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള നമ്മുടെ തെക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം കൂടുതലായിട്ടും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലത്തിലൂടെയാണ്. ഉപദ്വീപീയ നദികൾ മൺസൂൺ മഴയെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ മഴയുടെ ലഭ്യത വൈദ്യുതി നിർമ്മാണത്തെ സാരമായി ബാധിക്കുന്നു. ഉപദ്വീപീയ നദികളെല്ലാം നമ്മുടെ മൺസൂൺ മഴയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതിനാൽ തന്നെ മഴയുടെ ലഭ്യത എന്ത് ചെയ്യും? വൈദ്യുതി നിർമ്മാണത്തിനെ സാരമായി ബാധിക്കും. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഉഷ്ണകാല വരൾച്ച ആഘാതം കുറയ്ക്കുന്നത് മൺസൂൺ മഴയുടെ സാന്നിധ്യമാണ്. ശരിയല്ലേ സുഹൃത്തുക്കളെ? ഇപ്പൊ നമ്മൾ അങ്ങോട്ട് അനുഭവിച്ചതേ ഉള്ളൂ. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഉഷ്ണകാല വരൾച്ച ആഘാതം കുറയ്ക്കുന്നത് മൺസൂൺ മഴയുടെ സാന്നിധ്യമാണ്. മൺസൂൺ മഴയുടെ അളവ് കുറഞ്ഞാലോ അല്ലെങ്കിൽ മൺസൂൺ മഴ അല്പം ഒന്ന് താമസിച്ചാലോ നമ്മുടെ ഇവിടത്തെ വരൾച്ച എന്ന് പറയുന്നത് അതിരൂക്ഷമായിരിക്കും. അതിന്റെ ഒരു ഘട്ടം നമ്മൾ കഴിഞ്ഞാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കള് വ്യക്തമായിട്ട് ഈ ഭാഗം പഠിക്കുക. ഒന്നുകൂടി പറഞ്ഞു തരാം, ഇന്ത്യയിൽ മൺസൂണിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാർഷിക രാജ്യമായ ഇന്ത്യയുടെ കാർഷിക മേഖല പൂർണ്ണമായും ആശ്രയിച്ചിരിക്കുന്നത് മൺസൂൺ മഴയെയാണ്. മൺസൂൺ മഴയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കാർഷിക മേഖലയെ സാരമായി ബാധിക്കുന്നു. ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ കൂടുതലായും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലത്തിൽ നിന്നുമാണ്. ഉപദ്വീപീയ നദികൾ മൺസൂൺ മഴയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ മഴയുടെ ലഭ്യത വൈദ്യുതി നിർമ്മാണത്തെ സാരമായി ബാധിക്കുന്നു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഉഷ്ണകാല വരൾച്ച ആഘാതം കുറയ്ക്കുന്നത് മൺസൂൺ മഴയുടെ സാന്നിധ്യമാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് നബാർഡിനെ പറ്റി. എന്തിനെ പറ്റിയാണ്? നബാർഡിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാനുള്ളത്. PSC ഇപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം നബാർഡ് എന്താ സുഹൃത്തുക്കളെ. നബാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഗ്രാമീണ മേഖലയിലും കാർഷിക മേഖലയിലും വികസനത്തിന് വേണ്ടി രൂപം കൊണ്ട ദേശീയ ബാങ്കാണ് നബാർഡ്. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയ്ക്കും അതുപോലെ കാർഷിക മേഖലയിലും വികസനത്തിന് വേണ്ടിയിട്ട് രൂപം കൊണ്ട ദേശീയ ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. നബാർഡിന്റെ പൂർണ്ണരൂപം PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് നബാർഡിന്റെ പൂർണ്ണരൂപം. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് PSC 2-3 തവണ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രാമീണ മേഖലയിലും കാർഷിക മേഖലയിലും വികസനത്തിന് വേണ്ടി രൂപം കൊണ്ട ബാങ്ക് ഏതാണെന്നായിരിക്കും ചോദിക്കുന്നത്. ഉത്തരം നബാർഡാണ്. ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക് എന്ന് ചോദിച്ചാൽ അത് നബാർഡാണ്. തെറ്റിപ്പോവല്ലേ? ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക് എന്ന് ചോദിച്ചാൽ അത് നബാർഡാണ്. നബാർഡ് രൂപീകൃതമായത് 1982 ജൂലൈ 12. PSCയുടെ ഇഷ്ടപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. നബാർഡ് ബാങ്ക് രൂപീകൃതമായത് 1982 ജൂലൈ മാസം 12. നബാർഡിന്റെ രൂപീകരണത്തിന് കാരണമായ ആക്ട് ആണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ട് 1981. പഠിക്കുക. നബാർഡിന്റെ രൂപീകരണത്തിന് കാരണമായ ആക്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ട് 1981 ആണ്.
നബാർഡിന്റെ രൂപീകരണത്തിന് കാരണമായ കമ്മീഷനാണ് ബി ശിവരാമൻ കമ്മീഷൻ. ഇപ്പോഴങ്ങോട്ട് ഒരു +2 ലെവൽ എക്സാമിന് ചോദിച്ചതേ ഉള്ളേ, പഠിച്ചോളേ. നബാർഡിന്റെ രൂപീകരണത്തിന് കാരണമായ കമ്മീഷൻ ഏതാണ്? ബി ശിവരാമൻ കമ്മീഷനാണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. ഈ 2 പോയിന്റും PSC സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിച്ചായിരുന്നു ഇപ്പോഴങ്ങോട്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ പഠിക്കുക. നബാർഡിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് മുംബൈയാണ്. നബാർഡിന്റെ രൂപീകരണത്തിന് കാരണമായ കമ്മീഷൻ ബി ശിവരാമൻ കമ്മീഷൻ. ആരാണ്? ബി ശിവരാമൻ കമ്മീഷൻ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഗ്രാമീണ മേഖലയിലും കാർഷിക മേഖലയിലും വികസനത്തിനു വേണ്ടി രൂപം കൊണ്ട ദേശീയ ബാങ്ക് നബാർഡാണ്. നബാർഡിന്റെ പൂർണ്ണരൂപം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ്. ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്കാണ് നബാർഡ്. നബാർഡ് രൂപീകൃതമായത് 1982 ജൂലൈ മാസം 12-ാം തീയതിയാണ്. നബാർഡിന്റെ രൂപീകരണത്തിന് കാരണമായ ആക്ട് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ട് 1981 ആണ്. നബാർഡിന്റെ രൂപീകരണത്തിന് കാരണമായ കമ്മീഷൻ ബി ശിവരാമൻ കമ്മീഷൻ. ആരാണ്? ബി ശിവരാമൻ കമ്മീഷൻ. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. പഠിക്കുക. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് നബാർഡാണ്. PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? ഉത്തരം നബാർഡാണ്. ഒന്നുകൂടി പറയാം. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് എന്ന് ചോദിച്ചാൽ അത് നബാർഡാണ്. നബാർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പഠിക്കുക. നബാർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നബാർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നബാർഡ് രൂപീകരണ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. നബാർഡിന്റെ രൂപീകരണ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒന്ന് വ്യക്തമായിട്ട് പഠിച്ചോളേ. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ പക്ക ചോദിക്കും. നബാർഡ് രൂപീകരണ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാം. ഇന്ദിരാഗാന്ധി അസാസിനേഷൻ എന്ന് പറയുന്നത് നവംബറിലായിരുന്നു, എന്നാൽ നമ്മുടെ നബാർഡ് രൂപീകരിച്ചത് ജൂലൈ മാസത്തിലായിരുന്നു. അതുകൊണ്ട് ആ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നബാർഡ് രൂപീകരണ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ത്യൻ ഗ്രാമീണ സമ്പത്ത് വ്യവസ്ഥയെ നിയന്ത്രിച്ചിരുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. അത് നല്ലൊരു ചോദ്യമാണ്. പഠിക്കുക. നബാർഡിന്റെ രൂപീകരണത്തിന് മുമ്പ് ഇന്ത്യൻ കാർഷിക മേഖലയെയും ഇന്ത്യൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെയും നിയന്ത്രിച്ചിരുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. നബാർഡിന്റെ രൂപീകരണത്തോടുകൂടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന 3 സ്ഥാപനങ്ങൾ നബാർഡിന്റെ കീഴിൽ കൊണ്ടുവന്നു. ആ 3 സ്ഥാപനങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, റൂറൽ പ്ലാനിംഗ് ആൻഡ് ക്രെഡിറ്റ് സെല്ല്, അഗ്രികൾച്ചർ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഇത് 3 കൂടെ ആരുടെ ചുമതലയിലായി? നബാർഡിന്റെ ചുമതലയ്ക്കുള്ളിലായി. അപ്പോ നബാർഡിന്റെ രൂപീകരണത്തോടുകൂടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന 3 സ്ഥാപനങ്ങളെ നബാർഡിന്റെ കീഴിൽ കൊണ്ടുവന്നു. ആ 3 സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, റൂറൽ പ്ലാനിംഗ് ആൻഡ് ക്രെഡിറ്റ് സെല്ല്, അഗ്രികൾച്ചറൽ റീഫിനാൻസിംഗ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഇത്രയും എന്ത് ചെയ്തു? നമ്മുടെ നബാർഡിന്റെ കീഴിൽ കൊണ്ടുവന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് നബാർഡാണ്. നബാർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നബാർഡ് രൂപീകരണ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. നബാർഡിന്റെ രൂപീകരണത്തിന് മുമ്പ് ഇന്ത്യൻ കാർഷിക മേഖലയെയും ഇന്ത്യൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിച്ചിരുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. നബാർഡിന്റെ രൂപീകരണത്തോടു കൂടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന 3 സ്ഥാപനങ്ങളെ നബാർഡിന്റെ കീഴിൽ കൊണ്ടുവന്നു. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, റൂറൽ പ്ലാനിംഗ് ആൻഡ് ക്രെഡിറ്റ് സെല്ല്, അഗ്രികൾച്ചർ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് നബാർഡ് നൽകുന്ന സേവനങ്ങളാണ്. എന്തൊക്കെ സേവനങ്ങളാണ് നബാർഡ് ബാങ്ക് നമുക്ക് നൽകുന്നതെന്ന് നോക്കാം. കാർഷിക മേഖലയ്ക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും റീഫിനാൻസിംഗ് ചെയ്യുന്നതിലൂടെ നബാർഡ് കാർഷിക മേഖലയ്ക്കും സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്നു. മറക്കല്ലേ. കാർഷിക മേഖലയ്ക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും റീഫിനാൻസിംഗ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഫിനാൻസിംഗ് ചെയ്യുന്നതിലൂടെ നബാർഡ് കാർഷിക മേഖലയ്ക്കും സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്നു. സംസ്ഥാന സഹകരണ ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകൾ, സംസ്ഥാന ഭൂവികസന ബാങ്കുകൾ, പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ എന്നിവയ്ക്ക് റീഫിനാൻസിംഗ് നൽകുവാനുള്ള അധികാരം ആർക്കുണ്ട്? നബാർഡിനുണ്ട്. ആർക്കൊക്കെയാ ഫിനാൻസിംഗ് നൽകാനുള്ള അധികാരം നബാർഡിനുള്ളത്? സംസ്ഥാന സഹകരണ ബാങ്കുകൾക്ക്, വാണിജ്യ ബാങ്കുകൾക്ക്, സംസ്ഥാന ഭൂവികസന ബാങ്കുകൾക്ക്, പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ എന്നിവയ്ക്ക് റീഫിനാൻസിംഗ് നൽകുവാനുള്ള അധികാരം ആർക്കുണ്ട്? നബാർഡിനുണ്ട്. സ്റ്റോക്ക് സെക്യൂരിറ്റിക്കും പ്രോമിസറി നോട്ടുകൾക്കുമെതിരെ വായ്പകളും അഡ്വാൻസുകളും നൽകാൻ നബാർഡിന് അധികാരമുണ്ട്. സ്റ്റോക്ക് സെക്യൂരിറ്റിക്കും പ്രോമിസറി നോട്ടുകൾക്കുമെതിരെ
വായ്പകളും അഡ്വാൻസുകളും നൽകുവാനും നബാർഡിന് അധികാരമുണ്ട്. പഠിക്കുക. കൂടാതെ സീസൺ കാർഷിക പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾക്കും സഹകരണ ബാങ്കുകൾക്കും നബാർഡ് ഹ്രസ്വകാല വായ്പകളും നൽകുന്നു. പഠിക്കുക. സീസൺ കാർഷിക പ്രവർത്തനങ്ങൾക്ക്, അതായത് സീസണിൽ നടത്തുന്ന കൃഷികളുണ്ടല്ലോ സുഹൃത്തുക്കളെ, അത്തരത്തിലുള്ള സീസൺ കൃഷികൾക്ക് പ്രത്യേക ധനസഹായം നൽകുന്നു. അതുപോലെ തന്നെ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾക്കും സഹകരണ ബാങ്കുകൾക്കും നബാർഡിന് ചെറിയ കാലയളവിലേക്ക് വായ്പകൾ നൽകുവാനും കഴിയുന്നു. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് രാജ്യസഭ. നമുക്ക് നോക്കാം രാജ്യസഭയെ പറ്റി. ഈ ഇടയ്ക്ക് PSC അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. രാജ്യസഭയെ പറ്റി നമുക്ക് നോക്കാം. രാജ്യസഭ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 80-ാം വകുപ്പ് പ്രകാരമാണ് രാജ്യസഭ രൂപീകൃതമായത്. പഠിച്ചോളെ, ഇന്ത്യൻ ഭരണഘടനയുടെ 80-ാം വകുപ്പ് പ്രകാരമാണ് രാജ്യസഭ രൂപീകൃതമായത്. രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ മാസം 3-ാം തീയതിയാണ്. രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ മാസം 3-ാം തീയതിയാണ്. രാജ്യസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1952 മെയ് മാസം 13-ാം തീയതിയാണ്. അപ്പോൾ 1952 ഏപ്രിൽ മാസം 3-ാം തീയതി രാജ്യസഭ നിലവിൽ വരുന്നു. രാജ്യസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1952 മെയ് മാസം 13-ാം തീയതിയാണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നായിരുന്നു ആദ്യകാല നാമം. അത് PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജ്യസഭയാണ്. ഈ രാജ്യസഭയുടെ ആദ്യത്തെ നാമമായിരുന്നു കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നുള്ളത്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് രാജ്യസഭയായി പുനഃനാമകരണം ചെയ്തത് 1954 ഓഗസ്റ്റ് 23-നാണ്. പഠിച്ചോളനെ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭയായി പുനഃനാമകരണം ചെയ്തത് 1954 ഓഗസ്റ്റ് മാസം 23-ാം തീയതിയാണ്. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷമാണ്. ഓരോ 2 വർഷം കൂടുമ്പോഴും രാജ്യസഭയിൽ 1/3 ഭാഗം അംഗങ്ങളും പിരിഞ്ഞു പോകുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചോളണേ, ഓരോ 2 വർഷം കൂടുമ്പോഴും രാജ്യസഭയിൽ 1/3 ഭാഗം അംഗങ്ങളും പിരിഞ്ഞു പോകുന്നു. പുതിയ അംഗങ്ങൾ ആ സ്ഥാനത്തേക്ക് വന്നു ചേരുകയും ചെയ്യുന്നു. അതിനാൽ രാജ്യസഭയെ ഒരിക്കലും പൂർണ്ണമായും പിരിച്ചുവിടാൻ കഴിയില്ല. പഠിച്ചോളുക, ഇമ്പോർട്ടന്റ് ആണ് ആ പോയിന്റ് അത്രയും. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. രാജ്യസഭയിലെ അംഗങ്ങൾക്ക് കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിൽ കാലാവധി ഇല്ല, പക്ഷെ രാജ്യസഭയിലുള്ള അംഗങ്ങൾക്ക് കാലാവധി എത്രയാണ്? 6 വർഷമാണ്. ഓരോ 2 വർഷം കൂടുമ്പോഴും രാജ്യസഭയുടെ 1/3 ഭാഗം അംഗങ്ങളും പിരിഞ്ഞു പോകുന്നു. പുതിയ അംഗങ്ങൾ ആ സ്ഥാനത്തേക്ക് വന്നു ചേരുകയും ചെയ്യുന്നു. അതിനാൽ രാജ്യസഭയെ പൂർണ്ണമായും പിരിച്ചുവിടാൻ കഴിയില്ല. പഠിക്കുക. ഭരണഘടനയുടെ 4-ാം ഷെഡ്യൂൾഡ് പ്രകാരം സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിൽ സീറ്റ് വീതിച്ചു നൽകിയിരിക്കുന്നു. ഭരണഘടനയുടെ 4-ാം ഷെഡ്യൂൾഡ് പ്രകാരം സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് രാജ്യസഭാ സീറ്റുകൾ വീതിച്ചു നൽകിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9 ആണ്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 9 ആണ്. രാജ്യസഭയുടെ പരവതാനിയുടെ നിറം ചുവപ്പാണ്. പഠിച്ചോളുക, രാജ്യസഭ പരവതാനിയുടെ നിറം ചുവപ്പാണ്. അർദ്ധവൃത്താകൃതിയിൽ സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത് രാജ്യസഭയിലാണ്. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അർദ്ധവൃത്താകൃതിയിൽ സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത് രാജ്യസഭയിലാണ്. രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 3 ആണ്. ഈ 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് മാത്രമേ രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ളൂ. അവ ഏതൊക്കെയാണ്? ഡൽഹിക്ക് 3 സീറ്റുകളുണ്ട് രാജ്യസഭയില്. പുതുച്ചേരിക്ക് 1 സീറ്റുണ്ട് ഇവിടെ രാജ്യസഭയിൽ. അതുപോലെ ജമ്മു കാശ്മീരിൽ നിന്നും 4 സീറ്റുകളുമുണ്ട് ഇവിടത്തേക്കാണ് രാജ്യസഭയിലേക്ക്. ഇത് പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. രാജ്യസഭയിലേക്ക് പ്രാതിനിധ്യമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 3 ആണ്. അവ ഏതൊക്കെയാണ്? ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ എന്നിവയാണ്. ഡൽഹിയിൽ നിന്നും 3 സീറ്റുകളും പുതുച്ചേരിയിൽ 1 സീറ്റും ജമ്മു കാശ്മീരിൽ 4 സീറ്റുമാണ് ഉള്ളത്. പഠിക്കുക. രാജ്യസഭയുടെ പരമാവധി അംഗങ്ങളുടെ എണ്ണം 250. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? 250 ആണ്. ഈ 250-ല് 12 അംഗങ്ങളെ ആരാണ്? നമ്മുടെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. 238 പേർ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു. 238 പേര് സംസ്ഥാനങ്ങളെയും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിക്കുന്നു അല്ലെങ്കിൽ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഭരണഘടനയുടെ 4-ാം ഷെഡ്യൂൾഡ് പ്രകാരം സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭാ സീറ്റ് വിധിച്ചു നൽകിയിരിക്കുന്നു. ഏത് ഭരണഘടനാ ഷെഡ്യൂൾഡ് പ്രകാരമാണ്?
4ാം ഷെഡ്യൂളിന്റെ പ്രകാരം ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 31 സീറ്റുകളാണ് ഉത്തർപ്രദേശിനുള്ളത്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. രാജ്യസഭയുടെ പരവതാനിയുടെ നിറം ചുവപ്പാണ്. അർദ്ധവൃത്താകൃതിയിലുള്ള സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത് രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 3 അവ ഏതൊക്കെയാണ്? ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ എന്നിവയാണ്. ഡൽഹിയിൽ നിന്ന് 3 രാജ്യസഭാ സീറ്റുകളും പുതുച്ചേരിയിൽ നിന്ന് 1 രാജ്യസഭാ സീറ്റും ജമ്മു കാശ്മീരിൽ നിന്ന് 4 രാജ്യസഭാ സീറ്റുകളുമുണ്ട്. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250. 12 അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. 238 പേര് സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. പഠിക്കുക. രാജ്യസഭയുടെ ഇപ്പോഴത്തെ അംഗസംഖ്യ 245 രാജ്യസഭയുടെ ഇപ്പോഴത്തെ അംഗസംഖ്യ എത്രയാണ്? 245. ഇതിൽ 225 അംഗങ്ങൾ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. 8 അംഗങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുന്നു. 12 അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. 12 അംഗങ്ങളെ രാഷ്ട്രപതി എന്ത് ചെയ്തിരിക്കുന്നു? നേരിട്ട് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു. ഇപ്പോഴത്തെ കണക്കാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, മൊത്തം രാജ്യസഭയുടെ സീറ്റ് 250 അതിൽ ഇപ്പോൾ എത്ര പേരുണ്ട്? 245 പേരുണ്ട്. അതിൽ 225 അംഗങ്ങൾ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിനിധീകരിക്കുന്നു. 8 അംഗങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് പ്രതിനിധീകരിക്കുന്നു. 12 അംഗങ്ങളെ എന്ത് ചെയ്യുന്നു? രാഷ്ട്രപതി നേരിട്ട് നാമനിർദ്ദേശവും ചെയ്യുന്നു. പഠിക്കുക. രാജ്യസഭയിലേക്ക് 12 പേരെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അവകാശം രാഷ്ട്രപതിക്കുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്ന രീതി കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണ്. പഠിച്ചോളനെ. രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്ന രീതി കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണ്. രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി 30 വയസ്സാണ്. പഠിക്കുക. രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 30 വയസ്സാണ്. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആണ്. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നാണ്. ഒരു ധനകാര്യ ബില്ല് 14 ദിവസം വരെ കൈവശം വെക്കുവാൻ രാജ്യസഭയ്ക്ക് അവകാശമുണ്ട്. പഠിക്കുക. ഒരു ധനകാര്യ ബില്ല് 14 ദിവസം വരെ കൈവശം വെക്കുവാൻ രാജ്യസഭയ്ക്ക് അവകാശമുണ്ട്. രാജ്യസഭാ നേതാവായ ആദ്യത്തെ വ്യക്തി ഗോപാലസ്വാമി അയ്യങ്കാരാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഠിക്കുക. രാജ്യസഭാ നേതാവായ ആദ്യത്തെ വ്യക്തി ആരാണ്? ഗോപാലസ്വാമി അയ്യങ്കാരാണ്. പഠിക്കുക. കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം വഴി രാജ്യസഭയിൽ എത്തിച്ചേരാം. അപ്പൊ ചുമ്മാ അങ്ങ് എത്തിച്ചേരാനൊന്നും പറ്റത്തില്ല. രാജ്യസഭയിൽ ഒന്നിൽ അദ്ദേഹത്തിന് കലയുമായി ബന്ധം വേണം, അല്ലെങ്കിൽ സാഹിത്യവുമായി ബന്ധം വേണം, അല്ലെങ്കിൽ ശാസ്ത്രവുമായി ബന്ധം വേണം, അല്ലെങ്കിൽ സാമൂഹ്യ സേവനമുള്ള വ്യക്തിയായിരിക്കണം. ഈ മേഖലയിൽ പ്രവർത്തിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം വഴി രാജ്യസഭയിൽ എത്തിച്ചേരാം. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭാ അംഗമായിരുന്ന നേതാവ് മൻമോഹൻ സിംഗ് ആണ്. പഠിക്കുക. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭാ നേതാവായിരുന്ന വ്യക്തി ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. സഭയിൽ അംഗമല്ലാത്ത ഒരു വ്യക്തി അധ്യക്ഷത വഹിക്കുന്നത് ഏത് സഭയിൽ എന്ന് ചോദിച്ചാൽ അത് രാജ്യസഭയിലാണ്. സഭയിൽ അംഗമല്ലാത്ത ഒരു വ്യക്തി അധ്യക്ഷത വഹിക്കുന്നത് ഏത് സഭയിലാണെന്ന് ചോദിച്ചാൽ അത് രാജ്യസഭയിലാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം എന്നീ മേഖലയിൽ പ്രവർത്തിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം വഴി രാജ്യസഭയിൽ എത്തിച്ചേരാം. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭാ അംഗമായിരുന്ന നേതാവ് മൻമോഹൻ സിംഗ് ആണ്. സഭയിൽ അംഗമല്ലാത്ത ഒരു വ്യക്തി അധ്യക്ഷത വഹിക്കുന്നത് ഏത് സഭയിലാണെന്ന് ചോദിച്ചാൽ അത് രാജ്യസഭയിൽ മാത്രമേ പറ്റുള്ളൂ. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് കൃഷ്ണ നദിയെ പറ്റി. ആരെ പറ്റിയാണ്? കൃഷ്ണ നദിയെ പറ്റി, അല്ലെങ്കിൽ കൃഷ്ണ റിവർ സിസ്റ്റത്തെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒത്തിരി ക്വസ്റ്റ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പഠിക്കാം. കൃഷ്ണ നദി കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപ നദികളിൽ 2ാമത്തെ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാൽ അത് കൃഷ്ണ നദിയാണ്. പഠിക്കുക. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപ നദികളിൽ 2ാമത്തെ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാൽ അത് കൃഷ്ണ നദിയാണ്. കൃഷ്ണ നദിയുടെ നീളം 1400 കിലോമീറ്റർ ആണ്. 1400 കിലോമീറ്റർ ആണ് കൃഷ്ണ നദിയുടെ നീളം. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപ നദികളിൽ 2ാമത്തെ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാൽ അത് കൃഷ്ണ നദിയാണ്. കൃഷ്ണ നദിയുടെ നീളം ചോദിച്ചു കഴിഞ്ഞാൽ 1400 കിലോമീറ്റർ ആണ്. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായി മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായിട്ട് മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. കൃഷ്ണ നദി ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. കൃഷ്ണ നദി ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക. കൃഷ്ണ നദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. കൃഷ്ണ നദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. കൃഷ്ണ നദിയുടെ വൃഷ്ടി പ്രദേശത്തിന്റെ
75% കാർഷിക ഭൂമിയാണ്. കൃഷ്ണ നദിയുടെ വൃഷ്ടി പ്രദേശത്തിന്റെ 75% കാർഷിക ഭൂമിയാണ്. 120 കിലോമീറ്ററോളം നീളത്തിൽ ഡെൽറ്റ രൂപീകരിക്കുന്ന നദിയാണ് കൃഷ്ണ നദി. ഈ ഡെൽറ്റ ഗോദാവരി ഡെൽറ്റയുമായി കൂടിച്ചേർന്ന് കാണപ്പെടുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്, പഠിക്കുക. ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, അതുകൊണ്ട് വ്യക്തമായിട്ട് ഈ പോയിന്റ് പഠിക്കുക. 120 കിലോമീറ്ററോളം നീളത്തിലാണ് ആര് ഡെൽറ്റ രൂപീകരിക്കുന്നത്? നമ്മുടെ കൃഷ്ണ നദി ഡെൽറ്റ രൂപീകരിക്കുന്നത്. ഈ ഡെൽറ്റ ഗോദാവരി ഡെൽറ്റയുമായിട്ട് കൂടിച്ചേർന്ന് കാണപ്പെടുന്നു. ഏകദേശം 35 കിലോമീറ്ററോളം ഗോദാവരി ഡെൽറ്റയും അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണ ഡെൽറ്റയും കൂടെ ചേർന്നാണ് കാണപ്പെടുന്നത് കേട്ടോ സുഹൃത്തുക്കളെ. അത്രയും ഡീപ്പായിട്ട് പോണ്ട, അതൊക്കെ ഡിഗ്രി ലെവൽ പഠിക്കാനുള്ളതാണ്. എന്നാലും ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. 120 കിലോമീറ്ററോളം നീളത്തിൽ ഡെൽറ്റ രൂപീകരിക്കുന്ന നദിയാണ് കൃഷ്ണ നദി. ഈ ഡെൽറ്റ ഗോദാവരി ഡെൽറ്റയുമായി ചേർന്ന് കാണപ്പെടുന്നു. അപ്പൊ ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. കിഴക്കോട്ടൊഴുകുന്ന ഉപനദീയ നദികളിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാൽ അത് കൃഷ്ണ നദിയാണ്. കൃഷ്ണ നദിയുടെ നീളം 1400 കിലോമീറ്റർ ആണ്. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായി മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. കൃഷ്ണ നദി ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക. കൃഷ്ണ നദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. കൃഷ്ണ നദിയുടെ വൃഷ്ടിപ്രദേശത്തിന്റെ 75% കാർഷിക ഭൂമിയാണ്. 120 കിലോമീറ്ററോളം നീളത്തിൽ ഡെൽറ്റ രൂപീകരിക്കുന്ന നദിയാണ് കൃഷ്ണ നദി. ഈ ഡെൽറ്റ ഗോദാവരി ഡെൽറ്റയുമായി കൂടിച്ചേർന്ന് കാണപ്പെടുന്നു. പഠിക്കുക. കൃഷ്ണ നദീതടത്തിലെ ഡെൽറ്റ മേഖലകളിൽ വെള്ളപ്പൊക്ക സാധ്യത രൂക്ഷമാണ്. അതും പഠിക്കുക. കൃഷ്ണ നദിയുടെ ഡെൽറ്റ മേഖലകളിൽ വെള്ളപ്പൊക്ക സാധ്യത രൂക്ഷമാണ്. ഇനി നമ്മൾ കൃഷ്ണ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം കൃഷ്ണ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. തുംഗഭദ്ര, ഘടപ്രഭ, നാഗാർജുന സാഗർ, മാലപ്രഭ, ഭീമ, ഭദ്ര. ഇതിൽ മാലപ്രഭയും അതുപോലെ ഭീമയും തുംഗഭദ്രയും നന്നായിട്ട് പഠിക്കുക. ഇത് മൂന്നും PSC യുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നന്നായിട്ട് സുഹൃത്തുക്കളെ ഈ 3 പ്രധാനമായിട്ടും എടുത്തു തന്നെ പഠിക്കുക. കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികൾ ആരൊക്കെയാണ്? തുംഗഭദ്ര, ഘടപ്രഭ, നാഗാർജുന സാഗർ, മാലപ്രഭ, ഭീമ, ഭദ്ര. ഇതിൽ ഭീമയും മാലപ്രഭയും തുംഗഭദ്രയും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. പഠിക്കുക. കൃഷ്ണ നദി സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണ് കൊയ്ന, തുംഗഭദ്ര, ശ്രീശൈലം, നാഗാർജുന സാഗർ. നമ്മൾ ചേർത്ത് നാഗാർജുന സാഗർ, ശ്രീശൈലം എന്ന് പറയും. പക്ഷെ 2 പ്രധാനപ്പെട്ട ഡാമുകളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ ശ്രീശൈലം, നാഗാർജുന സാഗർ, അൽമാട്ടി, അതുപോലെ നര്യൻപൂർ, അതുപോലെ ഭദ്ര. ഇതിൽ അൽമാട്ടിയും അതുപോലെ കൊയ്നയും ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാഗാർജുന സാഗറും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഇത് 3 സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. കൃഷ്ണ നദി സ്ഥിതി ചെയ്യുന്ന പ്രധാന ജലവൈദ്യുത പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ കൊയ്ന, തുംഗഭദ്ര, നാഗാർജുന സാഗർ, ശ്രീശൈലം. അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു പോവുക. അൽമാട്ടി ഡാം, അതുപോലെ നരിയൻപൂർ, ഭദ്ര. ഇതിനകത്ത് അൽമാട്ടിയും നാഗാർജുന സാഗർ, ശ്രീശൈലവും അതുപോലെ കൊയ്നയും PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അവ പഠിച്ചു തീർത്തതിനു ശേഷം മാത്രമേ മറ്റു പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ പഠിക്കാവൂ. പാതാളഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണയാണ്. അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണയാണ്. ഇത് അവസാനം കൊടുത്തത് PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് ചോദിച്ചാൽ കൃഷ്ണയുമായി ബന്ധപ്പെട്ട് ഈ 2 പോയിന്റ് ആണ്. പാതാളഗംഗ എന്നറിയപ്പെടുന്ന കൃഷ്ണയാണ്, അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണയാണ്. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോൺവെക്സ് ലെൻസിനെ പറ്റിയിട്ടാണ്. കോൺവെക്സ് ലെൻസ് എന്താണെന്നല്ല നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. കോൺവെക്സ് ലെൻസിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു LGS എക്സാമിന് ചോദിച്ചതേ ഉള്ളൂ. കോൺവെക്സ് ലെൻസിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അതിനുശേഷമേ നമുക്ക് ബാക്കിയുള്ളത് പഠിക്കേണ്ടതുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം കോൺവെക്സ് ലെൻസിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. വാച്ച് നന്നാക്കാനുള്ള ലെൻസായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ്. വാച്ച് നന്നാക്കാനുള്ള ലെൻസായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. ഇതാണ് ഇപ്പോൾ കഴിഞ്ഞ PSC എക്സാമിന് ചോദിച്ചത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. മൈക്രോസ്കോപ്പിലും ടെലിസ്കോപ്പിലും ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. മാഗ്നിഫൈങ് ലെൻസായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. മാഗ്നിഫൈങ് ലെൻസായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ചെറിയ അക്ഷരങ്ങളെ വസ്തുക്കളെയും വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ലെൻസായി ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ കോൺവെക്സ് ലെൻസ് ആണ്. ചെറിയ അക്ഷരങ്ങളെയും വസ്തുക്കളെയും വലുതായിട്ട് കാണുവാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ലെൻസായിട്ട് ഉപയോഗിക്കുന്നത് ആരാണ്? കോൺവെക്സ് ലെൻസിനെയാണ്. TV ക്യാമറ, പ്രൊജക്ടർ മുതലായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. വെള്ളെഴുത്ത്
പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഇത്രയെങ്കിലും സുഹൃത്തുക്കൾ കോൺവെക്സ് ലെൻസിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ പഠിച്ചു വെക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ കോൺവെക്സ് ലെൻസ് ആണ്. വസ്തുക്കളെ വലുതായിട്ട് കാണുവാൻ സഹായിക്കുന്ന ലെൻസ് എന്ന് ചോദിച്ചാൽ കോൺവെക്സ് ലെൻസ്. വാച്ച് നന്നാക്കാനുള്ള ലെൻസ് എന്നറിയപ്പെടുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ചോദിച്ചാൽ അത് കോൺവെക്സ് ലെൻസ് ആണ്. മാഗ്നിഫൈയിങ് ലെൻസായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ്. ചെറിയ അക്ഷരങ്ങളെയും വസ്തുക്കളെയും വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ലെൻസായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. TV, ക്യാമറ, പ്രൊജക്ടർ മുതലായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് വെച്ചാൽ കോൺവെക്സ് ലെൻസ് ആണ്. പഠിക്കുക. ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മുടെ LDC 100 Days Challenge ഡേ 18 നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഇവയെല്ലാം PSC ഇപ്പോഴങ്ങോട്ട് പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യങ്ങളാണ്. അതുകൊണ്ട് വ്യക്തമായിട്ട് സുഹൃത്തുക്കൾ ഈ ഭാഗങ്ങൾ പഠിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.